സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ്. കാരണം ഈ പുത്തൻപുലരി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഡിസംബർ 15 ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളൊരു ദിവസമായി മാറുന്നത് നമ്മുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ഭാരതത്തിൻ്റെ ആദ്യ ആഭ്യന്തരമന്ത്രിയുമൊക്കെയായ സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ ഓർമ്മ ദിവസമാണ്. അദ്ദേഹം ഓർമ്മയായിട്ട് ഇന്നേക്ക് 75 വർഷങ്ങൾ തികയുകയാണ്. അപ്പോൾ സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. അതുല്യനായ സംഘാടകൻ, കരുത്തനായ ഭരണകർത്താവ്, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള പൊതുപ്രവർത്തകൻ. എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ സർദാർ വല്ലഭഭായ് പട്ടേലിന് ചാർത്തി നൽകിയ വിശേഷണങ്ങൾ ഏറെയാണ്. നിശ്ചയദാർഢ്യവും സംഘാടക ശക്തിയും ദേശീയ ബോധവും സമന്വയിപ്പിച്ച പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യനാക്കിയത്. ഇന്ന് രാജ്യം അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികം ആചരിക്കുകയാണ്. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. കാർഷിക വൃത്തികളിൽ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് തന്നെ പഠനം നടത്തിയ പട്ടേൽ നിയമബിരുദധാരിയായി. ഗാന്ധിയുടെ സ്വരാജ് എന്ന ആശയത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് പട്ടേൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായുള്ള പെറ്റീഷനിൽ ഒപ്പുവെക്കാനായി പട്ടേൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഏതാണ്ട് ഒരു മാസത്തിനു ശേഷം ഗുജറാത്തിലെ ഗോദ്രയിൽ വെച്ച് നടന്ന ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ പട്ടേൽ ഗാന്ധിയുമായി കണ്ടുമുട്ടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗുജറാത്ത് വിഭാഗമായ ഗുജറാത്ത് സഭയുടെ സെക്രട്ടറിയായി ഗാന്ധിയുടെ ആശീർവാദത്തോടെ പട്ടേൽ വൈകാതെ ചുമതലയേറ്റു. ഖേദഗ്രാമത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗും കടുത്ത ക്ഷാമവും മൂലമുണ്ടായ ദുരിതങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പട്ടേൽ മുന്നിട്ടിറങ്ങി. ജനങ്ങളുടെ ദുരിത ജീവിതം പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ച അദ്ദേഹം ഒരു വർഷത്തേക്ക് നികുതി റദ്ദാക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി. 1920 ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അഹമ്മദാബാദിൽ നടന്ന വിദേശി വസ്ത്ര ബഹിഷ്കരണത്തിൽ പങ്കെടുത്ത പൂർണ്ണമായും ഖാദിയിലേക്ക് അദ്ദേഹവും മക്കളും മാറി. അഹമ്മദാബാദ് നഗരസഭാ അധ്യക്ഷനായ ചുമതലയേറ്റ അദ്ദേഹം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ശുചിത്വത്തിലും അടിസ്ഥാന വികസനത്തിലും ശ്രദ്ധിച്ചു. നികുതി വർധനവിനെതിരെ സംഘടിപ്പിച്ച ബർദോളി സത്യാഗ്രഹം പട്ടേലിനെ ജനങ്ങളുടെ സർദാറാക്കി. വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജിയും പട്ടേലും പിന്നീട് ജയിലിലാവുകയായിരുന്നു. സഹോദരൻ വിഠൽഭായ് പട്ടേലിന്റെ ശവസംസ്കാരത്തിന് പരോൾ ലഭിച്ചിരുന്നുവെങ്കിലും പട്ടേൽ അത് നിരസിച്ചു. 1942 മുതൽ 1945 വരെ പട്ടേൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. സോഷ്യലിസം സ്വീകരിക്കണമെന്ന നെഹ്റുവിന്റെ വാദത്തെ അതിശക്തമായി പട്ടേൽ എതിർത്തിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന പട്ടേൽ പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികൾക്ക് അവശ്യ സാധനങ്ങൾ സംഘടിപ്പിച്ചു. രാജ്യത്താകമാനം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പട്ടേൽ പരിശ്രമിച്ചു. 565 അർദ്ധ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോളനി പ്രവിശ്യകളെയും ഒന്നിപ്പിച്ച ഇന്ത്യ രാഷ്ട്രം രൂപവൽക്കരിക്കുന്ന ചുമതല പട്ടേൽ ഏറ്റെടുത്തു. തുറന്ന നയതന്ത്രവും സൈനിക ശക്തി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും പട്ടേലിന്റെ നേതൃത്വത്തിൽ ഏകദേശം എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ലയിച്ചു. ഗാന്ധിജിയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പട്ടേലിന് അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു. ഒരുപക്ഷെ ഈ ആഘാതമായിരിക്കാം 2 വർഷങ്ങൾക്ക് ശേഷം പട്ടേലിനെയും മരണത്തിലേക്ക് നയിച്ചത്. 1950 ഡിസംബർ 15 ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ ലോകത്തു നിന്നും വിടവാങ്ങിയത്. സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരുടെ നേതാവായി പട്ടേൽ മാറുകയായിരുന്നു. ആ പട്ടേലിന് പകരക്കാരനാകാൻ ഇന്നൊരു നേതാവും ജനിച്ചിട്ടില്ല എന്ന് പറയാം. റിസർച്ച് ഡെസ്ക്, ജനം. ഇതൊക്കെയായിരുന്നു സർദാർ വല്ലഭഭായ് പട്ടേൽ. അദ്ദേഹമാണ് നമ്മുടെ രാജ്യത്തെ ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയത്. നമ്മുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു, ഭാരതത്തിൻ്റെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവബഹുലമായ കാര്യങ്ങൾ പട്ടേലിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പക്ഷേ ഒരൊറ്റ ചോദ്യമുണ്ട്: സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടേലിന് അർഹമായ പരിഗണന ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ്സുകാർ നൽകിയോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ഇല്ല എന്നത് തന്നെയാണ്. കാരണം സർദാർ പട്ടേലിൻ്റെ മകൾ മണിബെൻ പട്ടേൽ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ജവഹർലാൽ നെഹ്റു ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് സർദാർ പട്ടേലിൻ്റെ കുടുംബം ദുഃഖത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്തും സർദാർ വല്ലഭഭായ് പട്ടേലിനോട് നീതി പുലർത്തിയില്ല. അതിനാൽ തന്നെയാണ് 2014 ഗുജറാത്തിൻ്റെ മണ്ണിൽ നിന്നും അധികാരത്തിലെത്തിയ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ പോലും സർദാർ പട്ടേലിൻ്റെ പേരിൽ നിർമ്മിച്ചതിൻ്റെ കാരണം
ഒരു കാലത്ത് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം അദ്ദേഹത്തോട് കാട്ടിയ അനീതി അത് ഇനിയെങ്കിലും മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഏതായാലും സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ സ്മരണ ദിനമാണെന്ന്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിവിധ പൊതുപരിപാടികൾ പാർലമെന്റിൽ ഉൾപ്പെടെ നടക്കാൻ പോകുന്നു.